മേക്കപ്പ് എത്ര നേരം വരെ ഉപയോഗിക്കാം? നീക്കം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സെലിബ്രിറ്റികൾക്ക് മാത്രമല്ല സാധാരണക്കാരുടെയും ദിനചര്യയുടെ ഭാഗമായിരിക്കുകയാണ് മേക്കപ്പ്. മേക്കപ്പിന്റെ മാജിക്ക് നമുക്കൊരു പെർഫെക്റ്റ് ലുക്ക് നൽകുന്നു. പുറത്തിറങ്ങുമ്പോൾ മുഖത്തിനൊരു തിളക്കം നൽകുക മാത്രമല്ല, ചർമ്മത്തിന് സംരക്ഷണവും മേക്കപ്പ് ഒരുക്കുന്നു. മേക്കപ്പ് ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയ ചേരുവകൾ ചർമ്മത്തിലെ ജലാംശം നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും സഹായിക്കുന്നു. ഇത്രയൊക്കെ ആണെങ്കിലും മേക്കപ്പിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല പലർക്കും. മേക്കപ്പ് ചർമ്മത്തിൽ അസ്വസ്ഥതയുണ്ടാക്കും, ചർമ്മം വരണ്ടതാക്കും, പതിവായി മേക്കപ്പ് ഇടുന്നത് ചർമ്മം പെട്ടെന്ന് പ്രായമാകുവാൻ കാരണമാകും തുടങ്ങിയവയാണ് ആരോപണങ്ങൾ. കൃത്യമായ ചർമ്മ സംരക്ഷണ ദിനചര്യ പിന്തുടരാതെയും ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും ഈ പറഞ്ഞതിനൊക്കെ കാരണമായേക്കാം. മേക്കപ്പ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവ നീക്കം ചെയ്യുന്നതും. ശരിയായ രീതിയിൽ മേക്കപ്പ് നീക്കം ചെയ്യാത്തത് ചർമ്മത്തിൽ അവ അടിഞ്ഞുകൂടുവാനും ചർമ്മത്തിന്റെ സുഷിരങ്ങൾ അടയുവാനും ചർമ്മ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കുവാനും കാരണമാകും. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ മേക്കപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നാമതായി, ഡബിൾ ക്ലിൻസിങ്. മേക്കപ്പ് നീക്കം ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ ക്ലിൻസിങ് ചെയ്യുവാൻ മറക്കരുത്. ദീർഘനേരം മേക്കപ്പ് ഉപയോഗിക്കുന്നത് അവ ചർമ്മത്തിൽ ആഴത്തിൽ പതിയാൻ കാരണമാകും. ഡബിൾ ക്ലിൻസിങ്ങിലൂടെ ഇത് ഒഴിവാക്കാൻ സാധിക്കും. രണ്ടാമതായി, മേക്കപ്പ് എത്ര നേരം ഉപയോഗിക്കാം? മേക്കപ്പ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംശയമാണ് എത്ര നേരം വരെ മേക്കപ്പ് ഉപയോഗിക്കാമെന്നത്. നിങ്ങളുടെ ചർമ്മത്തിന്റെ സ്വഭാവം, ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, മലിനീകരണം തുടങ്ങിയവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് മേക്കപ്പ് ഉപയോഗിക്കുന്നതിന്റെ ദൈർഘ്യം തീരുമാനിക്കുക എങ്കിലും 8 മുതൽ 12 മണിക്കൂർ വരെയാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. മേക്കപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മേക്കപ്പിനായി ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഇവ നിങ്ങളുടെ ചർമ്മത്തിന് യോജിക്കുന്നതാണെന്നും ഉറപ്പാക്കുക. ദിവസം മുഴുവൻ മേക്കപ്പ് ഉപയോഗിക്കുമ്പോൾ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ഉൾപ്പെടുത്തുന്നത് പ്രധാനമാണ്. ഇടക്കാലത്ത് മേക്കപ്പ് പരിമിതപ്പെടുത്തുന്നതും നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കൽ എക്സ്ഫോളിയേഷനും മാസ്കിങ്ങും ഉൾപ്പെടുത്തുവാൻ മറക്കരുത്.